16/8/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ. ഇടവം തുലാം രാശിക്കാർക്ക് ശുഭം. മേടം കന്നി കുംഭം രാശിക്കാർക്ക് മധ്യമം. മിഥുനം ചിങ്ങം വൃശ്ചികം ധനു രാശിക്കാർക്ക് ദോഷം. കർക്കിടകം മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷം. ഇതാണ് ഫലം ശനിയാഴ്ച. കഠിന ദോഷം എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. പൊതുവേ നോക്കുമ്പോൾ കുറച്ച് കൂടുതലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഈശ്വര ഭജനമൊക്കെ കൂട്ടുക. ഈ ഗുണവും ദോഷവുമൊക്കെ ഒരു സൂചനയാണ്, ഒരു സൂചകമാണ്. ഈ ദിവസം ഇങ്ങനെയൊക്കെ ഈ നാളുകാർക്ക് സംഭവിക്കാം. കാരണം കർക്കിടകക്കൂറിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദോഷങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സ്ഥലങ്ങളിലാണ്. നിങ്ങളുടെ ജനന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഇന്ന ഭാഗങ്ങളിലാണ് ഇന്ന ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകാം എന്നാണ്. ആ ഗ്രഹങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിലൊക്കെ പോകുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില സൂചകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നോക്കി കൃത്യമായി നമ്മൾ അങ്ങോട്ട് കടക്കുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു പാലം കിടക്കുന്ന സമയത്ത് പാലത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് അങ്ങോട്ട് കടന്നാൽ കുഴപ്പമുണ്ടാവില്ല. ഇനി അതനുസരിച്ചല്ല നമ്മൾ അതിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ചിലപ്പോൾ താഴെ പോകും. അത്രയേ ഉള്ളൂ. അതനുസരിക്കാതിരിക്കുകയൊക്കെ നമ്മുടെ ഇഷ്ടം. വാഹനം ഓടിക്കുമ്പോൾ ചില സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്ര സ്പീഡിൽ കൂടുതൽ പോകരുതെന്ന്. പോകാതിരിക്കുക അത് ഓടിക്കുന്ന ഡ്രൈവറുടെ ഇഷ്ടം. ഒരു ഭാഗ്യമുള്ളവനാണെങ്കിൽ ഒരു പക്ഷേ ആ സ്പീഡ് അവന് തോന്നുന്നതുപോലെ പോയാലും രക്ഷപ്പെട്ടു പോകാം. കഷ്ടകാലമുള്ളവരാണെങ്കിൽ അതിനകത്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടകാലം വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓടിക്കരുത് എന്ന് പറയുന്ന സൂചകമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത്, അതിനെ സ്വീകരിക്കേണ്ടത്. ഇനി ഒരു കമൻറ്റിനുള്ള മറുപടി. അതിനു മുമ്പ് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളും ആ ദേവതയിലേക്ക് ഒരു നിമിഷമെങ്കിലും ചെല്ലും. അതുകൊണ്ട് തന്നെ അത് എഴുതുകയോടെ ചെയ്യുകയാണ്, ടൈപ്പ് ചെയ്യുകയോടെ ചെയ്യുകയാണ്. അപ്പോൾ അത് ആ അക്ഷരങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സൊന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ദേവതയിലൂടെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും കടന്നു പോകും. അതുകൊണ്ടാണ് അത് ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യൂ എന്ന് പറയുക. അത് പ്രത്യേകം ചെയ്യുക. പിന്നെ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു കമൻറ്റിനുള്ള മറുപടി. ഞാൻ എന്ത് ചെയ്താലും എനിക്കത് ഗുണം ചെയ്താലും അത് ദോഷമായിട്ട് വരുന്നു എന്നാണ്. ചെയ്യുന്നത് ഗുണത്തിനാകാതിരുന്നാൽ മതി, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് ഗുണത്തിനാണെന്ന് ചിന്തിച്ച് ചെയ്യണ്ട. നമുക്ക് ചെയ്യാനുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായാണ് ഞാനത് ചെയ്തത് എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 10 രൂപ സഹായം ചെയ്യുന്നു എന്ന് കരുതുക. ആ 10 രൂപ ഞാൻ കൊടുക്കേണ്ടത് എൻ്റെ ധർമ്മമായിരുന്നു എന്ന് വിചാരിക്കുക. തിരിച്ച് മറ്റാരെങ്കിലും നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ എനിക്ക് ഒരു 2 രൂപയുടെ സഹായം കുറച്ച് കഴിയുമ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരിക്കരുത് ഈ 10 രൂപ കൊടുക്കുന്നത്. 2 രൂപയുടെ സഹായം എന്നാണോ, 1000 രൂപയുടെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ചിന്തിച്ചായിരിക്കരുത് നമ്മളിത് കൊടുക്കേണ്ടത്. നമ്മൾ ആ 10 രൂപ കൊടുക്കുന്നത് ആ വ്യക്തിയുടെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ആ 10 രൂപ കൊടുക്കേണ്ടത് നമ്മളുടെ ധർമ്മമാണ് എന്ന് തോന്നിയാൽ മാത്രം അത് കൊടുക്കുക. തിരിച്ചുള്ളതിനെ പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ നമുക്ക് ദോഷമായിട്ട് വരില്ല. കാരണം അതുകൊണ്ടാണ് ദോഷം ചെയ്തത് എന്ന് വരില്ല. മറ്റുള്ള പലരും പറയുന്ന ഒരു വാക്കാണത്. ഞാൻ എന്തെങ്കിലും നല്ലത് ഉപകാരം ചെയ്ത അന്ന് എനിക്ക് ദോഷമാണ്. ഞാൻ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നാൽ അന്ന് എൻ്റെ വീട്ടിൽ ആകെ പ്രശ്നമാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചില കർമ്മങ്ങൾ, നമ്മുടെ പ്രാരാബ്ധങ്ങൾ ഒഴിവാകുന്നത് ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങളിലൂടെയാണ്. വലിയ പ്രയാസങ്ങളില്ലാത്ത ചില കുഴപ്പങ്ങളിലൂടെയാണ്. ചിലപ്പോൾ ചില ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നാൽ അന്ന് നമുക്ക് ആകെ അസ്വസ്ഥതയായിരിക്കും. കാരണം നമ്മുടെ
ചില വലിയ പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഈ പ്രാരാബ്ധം അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ശക്തി കുറയ്ക്കല്ലേ. അപ്പോൾ അത് മറ്റ് പല പ്രയാസങ്ങളുമായിട്ട് നമുക്ക് നൽകും. പക്ഷെ അത് വളരെ കുറവായിരിക്കും. അതാ പോകുന്ന ദിവസം ഉണ്ടാവുകയും ചെയ്യും. കാരണം അതിനേക്കാൾ കൂടുതലായി വരേണ്ട മറ്റൊരു കാര്യത്തെ ഈ ചെറിയ പ്രയാസത്തിലൂടെ, ഒരു ചെറിയ കലഹത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ധനനഷ്ടത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ക്ഷതത്തിലൂടെ, അല്ലെങ്കിൽ ചെറിയ രക്തം പൊടിച്ചിലൂടെ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ അതങ്ങോട്ട് മാറ്റിവിടുന്നതാണ്. അതിൽ വലുതാണ് നമുക്ക് വരേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചിരുന്നത്. ഇവിടെ ചെന്നതുകൊണ്ട് അത് അന്ന് തന്നെ അതിനെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് അല്പം ലാഘവത്തോടെ നമുക്ക് അനുഭവിച്ച് തീർക്കാൻ തന്നതാണ്. കാരണം നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് ചെന്നതിൻ്റെ ഫലമാണത് നമുക്ക് കിട്ടിയത്. വരേണ്ടതിനെ കുറച്ചതാണ്. അത് അന്ന് തന്നെ നമുക്ക് തന്നു ആ പുണ്യത്തെ. കാരണം വന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാനിതാ ഇതിനെ ഇങ്ങനെ കുറച്ച് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു എന്ന പ്രാകൃതികമായ ശക്തി, നമ്മൾക്കൊന്നും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആ മഹാശക്തി നമ്മളെ അനുഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ വിചാരിക്കുക ആ അമ്പലത്തിൽ പോയതോടുകൂടി അന്ന് അവിടെ ചെന്നൊന്ന് തൊഴുതിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് സമാധാനം ഉണ്ടായില്ല, വളരെ പ്രശ്നമായിരുന്നു, ഒരിടത്തും പോകാതിരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല, ശാന്തമായിരുന്നു കുടുംബം എന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ അവിടെ പോയതോടെ എൻ്റെ ഇന്ന് കുറച്ച് പൈസ നഷ്ടമായി, അങ്ങോട്ട് പോകാതിരുന്നായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, അത് പോക്കറ്റിൽ നിന്ന് ആ പൈസ പോയി എന്ന് വിചാരിക്കും. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ നമ്മുടെ പ്രാരാബ്ധങ്ങൾ വലുത് വരാനുണ്ടായത് ആ കാലഘട്ടത്തെ മൊത്തത്തിൽ അന്നത്തെ ദിവസം ആ ഒരു ചെറിയ പ്രശ്നത്തിലൂടെ ആ ശക്തി, ആ ഈശ്വരൻ, ആ ഈശ്വരീയം, ആ മഹാമായ പരിഹരിച്ചു തന്നതാണ്. നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനമുണ്ടെങ്കിൽ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് ധർമ്മമാണ്. ആ ധർമ്മം നമ്മുടെ ചുമതല, അതാണ് ധർമ്മം. ആ ഉത്തരവാദിത്വം ഒരു വ്യക്തി, നമുക്കൊരു പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിശന്ന് നിൽക്കുന്ന കണ്ടാൽ വാങ്ങിക്കൊടുക്കൂലേ. ഒരു പരിചയമില്ലാത്തൊരു മൃഗമാണെങ്കിൽ പോലും അതിനെന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. നമ്മളെ ഉപദ്രവിക്കാത്ത രീതിയിലാണ് നിൽക്കണമെന്ന് തോന്നിയാൽ അതിന് വളരെ വിശന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കൂലേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് അതിന് കൊടുക്കൂലേ. അതിന് ചിലപ്പോൾ തികഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിലും അത് ചെയ്യില്ലേ. അത് നമ്മുടെ ധർമ്മമാണ് എന്ന ധാരണയോടെ നമ്മൾ ചെയ്തോളൂ. വരുന്നതിനെ നമ്മുടെ വലിയൊരു പ്രശ്നങ്ങൾ ഒഴിവായതായിട്ട് ചിന്തിച്ചാൽ മതി, പ്രശ്നങ്ങളുണ്ടാവില്ല, ഒരു സംശയം വേണ്ട. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശരിയായ പാതയിലൂടെ നമുക്ക് സഞ്ചരിപ്പിക്കാനായിട്ട് കഴിയുന്നതും ആരോടും ഒന്നും നെഗറ്റീവ് പറയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പറയേണ്ടി വന്നാൽ തന്നെ അത് വളരെ ലളിതമായി പറയാൻ ശ്രമിക്കുക. പക്ഷെ ചിലപ്പോൾ അത് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ അത് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലായിരിക്കരുത്. അഥവാ ആരോടെങ്കിലും അല്പം രൂക്ഷമായി, ചിലപ്പോൾ ചില സ്ഥലത്ത് വളരെ രൂക്ഷമായി സംസാരിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ആ സമയം കഴിഞ്ഞ് ആ മനുഷ്യനോട് പറയുക, നിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് എന്ന് പറയുക. വെറുപ്പാണെങ്കിലും വിരോധമാണെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിനെ സമാധാനം കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യുക. എനിക്ക് ആരോടെങ്കിലും അങ്ങനെ പറയേണ്ടി വന്നാൽ ഞാൻ അപ്പോൾ തന്നെ, അവന് വിരോധം ഉണ്ടോ എന്ന് നോക്കാറൊന്നുമില്ല, ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ആ വ്യക്തിയെ കണ്ട, അല്ലെങ്കിൽ ആദ്യം തന്നെ കാണുന്ന സമയത്ത് ഞാൻ പറയും, നീ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നതാണ്, മനഃപൂർവ്വം വിചാരിച്ച് ഞാനത് പറഞ്ഞതല്ല എന്ന് പറയും. ശരിക്കും അവൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പൂർണ്ണമായി ബോധ്യമുണ്ടെങ്കിലും, എല്ലാവർക്കും ബോധ്യമുണ്ടെങ്കിലും ഞാനത് പറയും. കാരണം എൻ്റെ മനസ്സിൻ്റെ പ്രയാസം അതോടുകൂടി തീർന്നിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആരോടും വിരോധമില്ലാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ മനസ്സിനെ അങ്ങനെ നമുക്ക് പരിപക്വപ്പെടുത്താൻ ശ്രമിക്കാം. ഈ ജന്മം കഴിഞ്ഞില്ലെങ്കിലും ഒരു 2 ജന്മത്തിലെങ്കിലും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു ജന്മം നമുക്ക് അങ്ങനെ പക്വമായ മനസ്സോടുകൂടിയ ഒരു ആത്മാ ശരീരം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഭഗവാനെ, നമുക്ക് ഫലത്തിലേക്ക് വരാം. ഒരു കമൻറ്റ് കൊണ്ട് ഇത്രയും സമയമായി ഇല്ലേ? സാരില്ല, നിങ്ങൾക്ക് വ്യക്തമായി കമൻറ്റുകൾ ചെയ്യുക. ഫലത്തിലേക്ക് വരാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടൻ രാശിക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യകാര്യം അത്ര മേന്മയല്ലാത്ത ഒരു ദിവസമാണ്. എന്നാൽ ആത്മവിശ്വാസം നിലനിൽക്കുന്ന ദിവസവുമാണ്.
സംശയമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിലും അത് പിന്നത്തേക്ക് മാറ്റിവെക്കാം എന്ന തോന്നലുണ്ടാകുന്ന ഒരു ദിവസമാണ്. അലസതയുടെ ഒരു ദിവസമാണ്. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഒക്കെ പ്രയാസം ഉണ്ടാക്കും. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും. മനസ്സ്, ബുദ്ധിയൊന്നും അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയരും അനുകൂലമല്ല. മാനസികമായ അസ്വസ്ഥതയുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അലർജി രോഗങ്ങളും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയാണ്. അതേപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും അത്ര അനുകൂലമല്ല. നമ്മൾ ഉദ്ദേശിച്ച അത്ര സാമ്പത്തിക മേന്മ ആ ദിവസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മക്കൾ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് നാളത്തേക്ക് മേടക്കൂറുകാർക്ക് മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ കുടുംബത്തിൽ മക്കളുമായിട്ടൊരു സ്വസ്ഥത കുറവ് പ്രധാനമായിട്ട് അനുഭവപ്പെടും. അപ്പം അതിനുള്ള പരിഹാരം പരമാവധി ആവശ്യമില്ലാത്ത വാക്കുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കേസ് തുടങ്ങിയ കാര്യങ്ങൾ അല്പഭേദമാകാനാണ് സാധ്യത. ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലൊക്കെ. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് അല്പ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രയാസം ഉണ്ടാവും. പക്ഷെ സഹപ്രവർത്തകർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും. ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. ആരോഗ്യകാര്യങ്ങൾ അനുകൂലമാണ്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. മനസ്സ്, ബുദ്ധി അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടാനും ഉള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചെറിയ ദോഷമൊക്കെ ഉണ്ടാകും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മറ്റുള്ളവരോട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാവൂ. അപമാനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അപമാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. മുൻകോപത്തെ നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ്. മക്കളിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ധനപരമായി പൊതുവെ അനുകൂലമായ ദിവസമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ പദ്ധതികൾ ആലോചിക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന കാലഘട്ടമാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയും. പുതിയ തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ഇടപെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. പരമാവധി അത് ശ്രദ്ധിക്കണം. മിഥുനക്കൂറ് ദോഷകരമായൊരു ദിവസമാണ്. ആരോഗ്യം ഒട്ടും അനുകൂലമല്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ കാര്യത്തിൽ. പ്രത്യേകിച്ച് പൊള്ളലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളവർ, അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ ഓടിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. വാദസംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയര് പൊതുവെ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള കലഹം ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. ചില അപകീർത്തികരങ്ങളായ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. പിതൃസ്ഥാനീയര് അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത തുടങ്ങിയ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. മക്കൾ സ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ധനപരമായ കാര്യങ്ങളിൽ മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. വാഹന കാര്യങ്ങളിലും ചെറിയ മേന്മ ഉണ്ടാകും. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകൂറുകാർക്ക് കഠിന ദോഷമാണ്. ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല. ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസത ഉണ്ടാവും. എല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഈ ദിവസം കാണിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നത് അത് മാറ്റി വയ്ക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള സ്വഭാവം കാണിക്കും. ആസ്മ, വൃക്കരോഗം, ഗർഭാശയ രോഗം, ഗർഭാവസ്ഥ ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സഹോദര സ്ഥാനീയര് പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണെങ്കിലും അതുകൊണ്ടുള്ള ചില നേട്ടങ്ങളും അവരിൽ നിന്നുണ്ടാവും. ശത്രുക്കളിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകുന്നു. കാരണം ശത്രുക്കളാകാൻ നാശം വരുമെന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു കാര്യങ്ങൾ കർക്കിടകൂറുകാർക്ക് ചിലപ്പോൾ ഗുണകരമായി വരാനുള്ളൊരു സാധ്യത ഈ ദിവസം ഉണ്ട് എന്നർത്ഥം. അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോയിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്നാലും ശത്രുദോഷത്തെ ഒന്ന് കരുതിയിരിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. മക്കൾ അനുകൂലമായിരിക്കില്ല. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ ഈ ദിവസം കർക്കിടകൂറുകാർക്ക് ഉണ്ടായെന്നും വരും. തൊഴിൽ മേഖല അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ചിങ്ങം മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് പൊതുവെ ദൈവാനുഗ്രഹം, ഭാഗ്യാനുഗ്രഹമുള്ള ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നില്ലേ, ആ രീതി ചിങ്ങക്കൂറുകാർക്ക് അനുഭവപ്പെടും. എങ്കിലും നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചോളണം. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഈ ദിവസം കൂടെ ഉണ്ടാവും. വാത പിത്ത രോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് അത്ര അനുകൂലമായ അവസ്ഥ ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും. തൊഴിലിടങ്ങളിൽ അത്ര മേന്മയൊന്നുമില്ലെങ്കിൽ പോലും തൊഴിൽ രംഗത്ത് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ഇത്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ പ്രയാസം അനുഭവപ്പെടാം. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം,
അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അനുകൂലമാണ്. ആത്മവിശ്വാസത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് അമിത ആത്മവിശ്വാസം അപകടം ചെയ്യും. അപ്പോൾ അമിത ആത്മവിശ്വാസം ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടരുത്. ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. കാരണം നമ്മുടെ ബുദ്ധി അനുകൂലമല്ലാതെ എടുത്ത് ചാടിയാൽ ദോഷങ്ങളുണ്ടാവും. ആസ്മ പോലുള്ള അസുഖമുള്ളവർ, മാനസികമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ, അലർജി രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണം. അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾ അതുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പ്രത്യേകിച്ച് ചെയ്യണം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. മക്കളും ജീവിത പങ്കാളിയും മാത്രം അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ വളരെ നഷ്ടമുണ്ടാകാനുള്ള ചില സാഹചര്യങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ധനപരമായ കാര്യങ്ങൾ ചെയ്യാവൂ. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില കരാറുകളൊക്കെ രേഖപ്പെടുത്തുന്നെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് പോകരുത്. മറ്റുള്ള അഭിപ്രായം കൂടെ ചോദിച്ച് ആ രേഖ മറ്റൊരാളും കൂടെ വായിച്ചൊക്കെ നോക്കിയിട്ടേ ഒപ്പിട്ട് കൊടുക്കാവൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കൾ അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ കുറയും. തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. മേന്മയുള്ള ദിവസമാണ്. ഗുണകരമായ ദിവസമാണ്. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാണ്. പൊതുവെ തുലാം രാശിക്കാർക്ക് ഇനി കുറച്ച് കാലത്തേക്കും കൂടെ മേന്മയുള്ള ദിവസമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട്. അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കുന്ന കാര്യം ഈ ദിവസം അത്ര മേന്മയില്ല. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. പിതൃസ്ഥാനീയർ പൊതുവെ മേന്മയുള്ളവരായിരിക്കും. ഗുണകരമായിരിക്കും. ചില സംശയങ്ങളൊക്കെ മൂലം ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായും ഈ ദിവസം വരാം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മനസ്സറിയാത്ത ചില കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാനുള്ള ഒരു സാഹചര്യവും ഈ ദിവസമുണ്ട്. അതുകൊണ്ട് അപകീർത്തികരമായ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങനെയുള്ളിടത്തൊക്കെ ചെന്ന് നിൽക്കാതിരിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ശക്തി കുറയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. പൊതുവെ മേന്മയുള്ളതാണ്. വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട. വൃശ്ചികക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. കഠിന ദോഷം മാറിയിട്ടുണ്ട്. ദോഷകരമായൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് പോകുക. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുക. ധാരാളം ജലം കുടിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുവെ ഒരു പ്രതിരോധ ശക്തി വൃശ്ചികക്കൂറുകാർക്ക് കുറയുന്ന ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായ സ്ഥിതിയാണുള്ളത്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല. വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും.
ദൈവാധീനക്കുറവുള്ള ഒരു ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾ അല്പം പ്രയാസകരമാണ് നടന്നു കിട്ടാൻ. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ കുടുംബത്തിലും ഒരു അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. തൊഴിൽ മേഖലയിലെ ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ മൂലം ചില നഷ്ടങ്ങളെയും കരുതിയിരിക്കണം. ഒരു കാരണവശാലും വൃശ്ചികക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഒട്ടും അനുകൂലമല്ലാത്ത ദോഷകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നപ്പോൾ അത് ഗുണകരമാക്കണമെങ്കിൽ ശ്രമം വേണം. നന്നായിട്ട് പരിശ്രമിച്ചാൽ ഈ വൃശ്ചികക്കൂറുകാർക്കൊക്കെ ഈ ദിവസം ഗുണകരമാകും. അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളൊന്നും അത്ര മേന്മയല്ല. അലസത മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും. വിളർച്ച പോലുള്ള അസുഖങ്ങൾ, രക്തക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അലർജി രോഗങ്ങൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ചെറിയ പ്രയാസങ്ങൾ അത്രേ ഉള്ളൂ. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ഓടിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ അപമാനവും ഒക്കെ സഹിക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും. അതൊക്കെ കണ്ണടച്ച് നിന്നാൾ സഹിച്ചോ. തിരിച്ച് മറുപടി പറയാനൊന്നും പോകണ്ട. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു കുഴപ്പമുണ്ടായിട്ടുള്ളവരല്ല, അവർ വെറുതെ പറഞ്ഞതാണ് എന്ന ബോധം മറ്റുള്ളവരിലുണ്ടായിക്കോളും. ഇപ്പോൾ ധനുക്കൂറുകാർ അതിൽ പ്രതികരിക്കേണ്ട. കാരണം പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സമയം അല്ല. ദൈവാധീനം കുറച്ചൊക്കെ ഉള്ള സമയം തന്നെയാണ്. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല. തൊഴിൽ രംഗവും അത്ര മേന്മയുള്ളതല്ല. മകരക്കൂറ് കഠിനദോഷമാണ്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, മകരക്കൂറുകാർ ഞാൻ കെട്ടത് മുതൽ കഠിനദോഷമായിരിക്കുമെന്ന്. നിങ്ങൾ കെട്ടത് മുതൽ കഠിനദോഷമായിരിക്കും എന്ന് പറഞ്ഞു. ശരിയാണ്. മകരക്കൂറുകാർക്ക് അങ്ങനെ ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. കഠിനദോഷം ഒന്നും തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അത് ആദ്യ വീഡിയോകളൊന്നും കേൾക്കാത്തത് കൊണ്ടാണ്. ഇവർക്ക് ദോഷം മാറി വരുമ്പോൾ ശുഭം എന്ന് തന്നെ പറയും. അപ്പോൾ ആദ്യ വീഡിയോകളൊക്കെ ഒന്ന് കേട്ട് നോക്കുക. പറയാം മകരക്കൂറുകാർക്ക് ശുഭമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, എല്ലാ കൂറുകാർക്കും എന്നും ദോഷകരമായിരിക്കില്ല. പക്ഷേ ഏഴരശ്ശനി പോലുള്ള കാലങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് മറ്റ് ഗ്രഹങ്ങൾ പൂർണ്ണമായും അനുകൂലമായി വരുന്നത് വരെ ദോഷം പറയേണ്ടി വരും. കാരണം ചാരവശാൽ ദോഷമായിരിക്കും. വ്യാഴവും ശനിയും അനുകൂലമല്ല, രാഹു കേതുക്കൾ അനുകൂലമല്ലാതൊക്കെ വരുന്ന എങ്കിൽ അങ്ങനെയുള്ള രാശികളെ സംബന്ധിച്ച് കുറേ കാലം നീണ്ട ദോഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ജാതകാനുകൂലമാണെങ്കിൽ ഈ ദോഷങ്ങളുടെ ശക്തി കുറയും. അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോഴും പേടിക്കണ്ട എന്ന് പറയാൻ കാരണം. ജാതകാനുകൂലമാണെങ്കിലോ, ജാതക ദോഷമാണെങ്കിൽ കുറച്ച് കൂടുതൽ ദോഷമുണ്ടാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് പറയുകയും ഫലം ഒരുപോലെ വരികയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജാതകം പരിശോധിപ്പിച്ച് ദോഷകാഠിന്യത്തെയൊക്കെ കുറയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതാണ് ഇതിന് പരിഹാരം ചെയ്യാമെന്ന് പറയുന്നത്. പരിഹാര നാമജപത്തിലൂടെ, ഈശ്വരാരാധനയിലൂടെ, ക്ഷേത്ര ദർശനത്തിലൂടെയൊക്കെ പരിഹരിക്കാവുന്നതാണ് ഭൂരിഭാഗവും. ചിലത് മാത്രമേ വളരെ ഇതായിട്ടുള്ളൂ. കാരണം ഞാൻ പലർക്കും കൊടുക്കുന്നത് വളരെ ലളിതമായ പരിഹാരങ്ങളാണ്. അത് കൃത്യമായി ചെയ്യുമെങ്കിൽ ഒരു ദോഷവുമില്ലാതെ അവരുടെ ആ കാലഘട്ടം കടന്നു പോവുകയും ചെയ്യും. പക്ഷെ അത് ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടതായി വരിക. അല്ലാത്തവരെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് നാമജപം തന്നെയാണ്, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം തന്നെയാണ്, ലഘുവായ പരിഹാരങ്ങൾ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ മകരക്കൂറുകാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും, അലസത ഉണ്ടാവും, വാതരോഗങ്ങൾ മൂലമുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. പിത്തരോഗത്തെ ശ്രദ്ധിക്കുകയും ചെയ്യണം. വാത പിത്ത രണ്ടും കൂടെ ഉള്ളവർക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക.
മനസ്സ് ബുദ്ധി അനുകൂലമല്ല, ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല, അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത വർദ്ധിക്കും, വാഹനം ഒക്കെ അശ്രദ്ധമായി ഓടിക്കാതിരിക്കുക, തൊഴിൽ രംഗത്തൊക്കെ വളരെ ശ്രദ്ധിക്കുക, അപകടകരമായ ജോലികളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവാധീനം വളരെ കുറഞ്ഞ ദിവസമാണ്. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് കലഹം ഉണ്ടാകും സാധ്യതയുള്ളതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയും. തൊഴിൽ മേഖലയിൽ എന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തികമായ ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും. ജാതകം അനുകൂലമാകുകയുടെ ചെയ്താൽ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യ കാര്യങ്ങളിലും മനസ്സിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല, ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും, അലസത ഉണ്ടാവും, രോഗകാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യതയൊക്കെ വരും. ചിലപ്പോൾ വളരെ പ്രയാസകരമായൊരു അവസ്ഥയിൽ എത്തിയിട്ട് പെട്ടെന്ന് അവിടെ നിന്നൊരു മാറ്റം ഉണ്ടാകുന്ന ഭാഗ്യമുള്ള ഒരു ദിവസമായി മാറുകയും ചെയ്യും. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഒഴിവാകുന്ന ഒരു ദിവസമായിരിക്കും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. തൊഴിൽ മേഖലയിലും അത്ര മേന്മയില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. 4 വ്യാഴം, ജന്മശനി, 12 രാഹുവൊക്കെയാണ്. മീനത്തിന് കഠിനദോഷമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരുടെ ഒരു അനുകൂലമൊക്കെ ഉണ്ടാവും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒക്കെ കഴിയും. എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ, വാതരോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വാതരോഗം മൂലം പ്രയാസം അനുഭവപ്പെടും. അതുപോലെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യതയൊക്കെ ഉണ്ടാവും. മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ അപമാനമുണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അവിടുന്ന് മാറിപ്പോകാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല, സഹോദര സ്ഥാനീയരും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല, പക്ഷെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്തും അത്ര മേന്മയില്ല. പൊതുവേ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. അതുകൊണ്ട് മീനക്കൂറുകാരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു സൂചനയാണ്, അതൊരു സൂചകമാണ് എന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങളെ കാണുകയും അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ മേന്മയുള്ളതാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ, ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ ദിവസം വളരെ നല്ല രീതിയിൽ സന്തോഷകരമായി മാറ്റാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.